ഹലോ ഗായ്സ്, എന്തുണ്ട് കഥ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് മാട്ടൂല് പെറ്റ് സ്റ്റേഷനിൽ പോയൊരു കാര്യം പറയാം. നിങ്ങൾ വീഡിയോ കാണും, നമ്മളിവിടെ ഇങ്ങനെ സംസാരിക്കാം. പെറ്റ് സ്റ്റേഷനിൽ എത്തിയപ്പാട് ചെക്കൻ്റെ കൈയെടുത്ത് ആ ഫിഷിനെ ഫീഡ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതിലോട്ട് നമ്മൾ ഇടും. ചെക്കന് സംസാരിക്കാൻ പറ്റാത്തതെന്നാ നന്നായി, ഇല്ലെങ്കിൽ ചെക്കനെ ആയത്തോണ്ടൊക്കെ പറയണം. നമ്മൾ മീനൊക്കെ അവസാനം മീനൊക്കെ കളിപ്പിച്ച് മീനൊക്കെ തോണ്ടി തിരിഞ്ഞ് നോക്കുമ്പോൾ ചെക്കന് ഫുള്ള് വൈബ്. ചെക്കന് പിന്നെ കൈയിടാൻ പേടിയില്ല, തൊടാൻ പേടിയില്ല, പിടിക്കാൻ പേടിയില്ല. ചെക്കനെ പിന്നെ ആടുന്ന് മാറ്റാൻ വേണ്ടി രണ്ടാള് വേണ്ടി വന്നു. ചെക്ക പിന്നെയും പോന്ന അതിനെക്കൊള്ള തന്നെ. അവസാനം കണ്ണാടിൻ്റെ ഉള്ളിലെ കണ്ടാ മതി നട്ട് കാണിച്ചു കൊടുക്കുമ്പോക്ക് ചെക്കൻ്റെ മൂടെല്ലാം മാറി. പിന്നെ നമ്മള് ചെക്കനടുത്തെത്തി ഫിഷിനെ കൊള്ള തന്നെ കൊണ്ടുപോയി. ചെക്കൻ പിന്നെ പേടിയില്ലാണ്ട് കൈയിടാൻ തുടങ്ങി, അതിനെ മാന്താൻ തുടങ്ങി, പിടിക്കാൻ തുടങ്ങി, തോണ്ടാൻ തുടങ്ങി. ലാസ്റ്റ് ഓനെ ആടുന്നെടുത്ത് മാറ്റാൻ രണ്ടാൾക്കാരാവശ്യം വരാ വേണ്ടി വന്നു. അങ്ങനെ ഓനെ ആടുന്നെടുത്ത് നിലത്തിട്ടിട്ട് ആട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചെക്കനാൻ കെട്ടി വലിയ കുഞ്ഞിനെ കൈയിടാൻ പഠിപ്പിക്കാം. പോറ്റുപോലെ ചെക്കൻ തന്നെ കണ്ടിട്ട് നാണായി. എന്നിട്ട് നമ്മളുണ്ടാവിടുന്നു, നമ്മളും ചെക്കനും കൂടെ പിന്നെ അതിൽ കളിയായി. അങ്ങനെ നമ്മളാടൻ ചെക്കനെ കൊണ്ട് അകത്ത് കയറി. അകത്ത് കയറിയപ്പാടുണ്ട് അരാപ്പയ്മ. ചെക്കൻ അതിനെ കണ്ടിട്ട് അന്തം വിട്ട് കുന്തം പോലെ നോക്കിയേക്കുന്നതാണ് നമ്മൾ പിന്നെ കണ്ടത്. പിന്നെ ചെക്കൻ അതിൻ്റെ ഉള്ളിൽ കയറണമെന്നായിട്ട് വാശിയായി. അങ്ങനെ നമ്മളെപ്പരുള്ള ആ അപ്പ ചെക്കനോട് പറഞ്ഞു, നീ മീനെ പൊരിക്കാൻ നോക്ക്, രാത്രി നമുക്ക് കറി വെക്കാം. ചെക്കൻ പറഞ്ഞു, മീനെ പൊരിക്കാൻ കഴിയുന്നില്ല, വേറെ നോക്കാം. ബാക്കിയുള്ളതിനെ നോക്കി ശൈലിയും പൊരിക്കാൻ കഴിയുന്നില്ല. ലാസ്റ്റ് ഓൻ്റെ മൂട് പോയിട്ട് ഓനടന്ന് തിരിഞ്ഞ്. പിന്നെ നമ്മൾ ചെക്കൻ്റെ മൂട് മാറ്റാൻ വേണ്ടി ചെക്കന് കുറച്ച് ഡക്കിനെ കാണിച്ചു കൊടുത്തു. താറാവെന്നൊന്നും പറഞ്ഞാൽ ചെക്കന് മനസ്സിലാവൂല, ഡക്ക് തന്നെ പറയണോ, പരിഷ്കാരിപ്പത്തെ മക്കളെ. അങ്ങനെ ആടുന്ന് മാറിയപ്പോൾ ചെക്കനുണ്ട് പൂച്ചയായിട്ട് വിഷയം പറയുന്നു. ഏതിനം പൂച്ചാന്നറിയില്ല, ചെക്കൻ ഓരോരിടത്ത് കയറി വിഷയം പറയുന്നുണ്ട്. അങ്ങനെ കിളിൻ്റെ അടുത്തായി അടുത്ത വിഷയം. ആടൻ തിരിഞ്ഞു നോക്കുമ്പോൾ ചെക്കൻ ഓരോ പക്ഷിൻ്റെ അടുത്തും താറാവിൻ്റെ അടുത്തും പ്രാവിൻ്റെ അടുത്തും എല്ലാം ചെക്കനെ അസ്സലാമലൈക്കു അസ്സലാമലൈക്കു. ഇതന്നെ ചെക്കൻ്റെ പണി. ഓരോ ഉറങ്ങുന്ന കിടാങ്ങളവരെ ചെക്കൻ മുട്ടി എണീപ്പിച്ച്. അങ്ങനെ ആടുന്നൊക്കെ നീങ്ങി നീങ്ങി ചെക്കൻ്റെ ഒക്കെ അല്ലേ നീങ്ങണ്ടേ. ചെക്കൻ്റെ ഒപ്പം നടന്ന് സ്ലോ ആയ നമ്മളാ ചെക്കനായിട്ട് ഫാസ്റ്റാക്കി. എന്ത് തത്തനോടെല്ലാം ചെക്കൻ്റെ ആയിട്ടുള്ള വിഷയം പറയുന്നുണ്ട്. ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് അങ്ങ് മനസ്സിലാവുന്നില്ല. എല്ലാവരുടെ അടുത്തും കയറിയെത്തി. മുക്രി കാണുന്ന ആൾക്കാരുടെ സലാം പറയുന്ന പോലെ മൂപ്പര് കയറി കയറി സലാം പറയുന്നുണ്ട്. ചെക്കൻ്റെ സ്പീഡിൽ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലായിട്ട് ചെക്കൻ്റെ കയ്യും പിടിച്ചെത്തി. വേറെ ആരും ഒരു സലാം പറയാനാക്കാണ്ട് നമ്മളമ്മ നടന്നു. എന്നിട്ടെന്താ ചെക്കൻ നിൽക്കുന്നു. ചെക്കൻ പിന്നെയും പോന്ന് ബാക്കിയുള്ള ആള് വായിന്ന് കേൾക്കാൻ. അങ്ങനെ ചെക്കൻ നടന്ന് വെളിച്ച് നമ്മളങ്ങനെ നടന്ന്. ചെക്കൻ ഒരാളടുത്ത് കൊന്നനം കുത്തുന്നുണ്ട്, ഒരാളടുത്ത് ഓരോന്ന് പറയുന്നുണ്ട്. ആ കിളി എല്ലാത്തിൻ്റെ ഉള്ളിലുണ്ടായി നന്നായി, അല്ലെങ്കിൽ വന്ന് കുത്തി കയറിയന. അങ്ങനെ നമ്മൾ നടന്ന് പോകുമ്പോൾ അടുത്ത് കണ്ട് നമ്മളെ കുടുംബത്തിലുള്ള ഒരാളെ. ചെക്കൻ പറഞ്ഞു ഡോങ്കിയാണ്. ഞാൻ പറഞ്ഞല്ല മോനെ കൈത്തേൻ, നമ്മളെ കുടുംബത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, അതിലൊന്നാണ് ഇപ്പം എൻ്റെ കൈയോടിസത്തി നടക്കുന്നത്. നമ്മളെ തന്നെ കുറവാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെക്കനാടൻ മാറ്റിയിട്ട് ഇപ്പുറം വന്ന് നോക്കുമ്പോണ്ട് മൊത്തം രോമായിട്ട് നിൽക്കുന്നൊരു സംഭരമാണ്. അതേ ചെക്കൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇപ്പുറം വന്ന് നോക്കുമ്പോണ്ട് നമ്മൾ പണ്ട് കാർട്ടൂണിലെല്ലാം കാണുന്നേ സീതേച്ചിയുടെ പശുവില്ലേ, ആ പശു, കുഞ്ഞു പശു, കാണാൻ തന്നെ ചെയ്യലുണ്ട്. എടുത്ത് കൊണ്ടുപോകാനൊക്കെ തോന്നുന്നുണ്ട്. ചെക്കനെ കണ്ടിട്ട് പിന്നെ അതിനെ വേണോന്നായി. ചെക്കനോട് ചോദിച്ചു, മോൻ അതിനെ വേണം. കിട്ടിയ കൊള്ളയിനൊന്നായി ചെക്കൻ്റെ മൂട്. അങ്ങനെ ഇപ്പുറം വന്ന് നോക്കുമ്പോൾ അതേ സൈസിലുണ്ടൊരു കുതിര. ആള് ഭയങ്കര ദേഷ്യത്തിലാണ്. നമ്മൾ തൊടാൻ നോക്കിയപ്പോൾ നമ്മളങ്ങ് പേടിപ്പിച്ച്. ആളിനിപ്പുറം വന്ന് നോക്കുമ്പോണ്ട് ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷി നമ്മുടെ ദേശീയ മൃഗമാണ്, അതിനെ തൊട്ട് കളിക്കുന്നത് നമുക്കിഷ്ടമല്ല എന്ന് പറയുന്നു. ആ ഡയലോഗോടുകൂടി നമ്മൾ ആടിനു നീങ്ങി. ആടിനു നീങ്ങിയപ്പോൾ വണ്ടി മുന്നോട്ട് പോകുന്നില്ല. നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ
ഒട്ടകവും. ചെക്കന് ചിലപ്പോ കണ്ടിട്ടും ആളെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ കുടുംബത്തിലോ പോലെ ആൾക്കാരുണ്ട്. അങ്ങനെ ആള് നീങ്ങി. കിളികളെല്ലാം കണ്ടു, കുതിരകളെ കണ്ടു, പശുവിനെ കണ്ടു, ആടിനെ കണ്ടു. എന്തിനു പറയുന്നു, 3 കൊമ്പ് വരുന്ന ആടിനെ വരെ നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ കാണാത്ത വഴികളിലൂടെ ചെക്കന്റെ സഞ്ചാരം. നമ്മളെ കാണാത്ത കൂറുകാരെ ചെക്കൻ കാണുന്നുണ്ട്. അങ്ങനെ ആടൊക്കെ കയറി ചെക്കൻ്റെതായിട്ടുള്ള വിഷയമൊക്കെ പറഞ്ഞ് ചെക്കൻ്റെ മുഖം ഒന്ന് തുടച്ചെടുത്തതിൻ്റെ മൂടുമാറ്റ ചെക്കൻ്റെ മുഖത്താ കാണുന്നേ. അവിടുന്ന് കുറച്ചിങ്ങോട്ട് വന്ന് നോക്കുമ്പോണ്ട് നമ്മൾ ഓന്തിനെയും തത്തനെയും എന്തിനു പറയുന്നു, ഒരു പാമ്പിനെ വരെ ഒരു കൂട്ടിലിട്ടിട്ട് വെച്ച്. അവരെ നമുക്കെടുക്കാം. പക്ഷെ ഈ കുഞ്ഞച്ചക്കൻ്റെ അമ്മ കൊടുക്കൂലെന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങളമ്മ കൊടുക്കൂല. അങ്ങനെ ഇവൻ പിന്നെയും ആ ഓന്തിൻ്റെ അടുത്തെല്ലാം പോയി. ഓന്നിനൊന്ന് നോക്കി, ആ പാമ്പിനെ ഒന്ന് നോക്കി, ആ തത്തനെ ഒന്ന് നോക്കി. ഇങ്ങനെ നടല്ല ഏതെങ്കിലും ഒന്നിനൊന്ന് കൈ കിട്ടിനെങ്കിൽ നല്ലേനോ എന്നുള്ളൊരു ഭാവത്തിലാണ് മൂപ്പര നടപ്പല്ലോ. പക്ഷെ എന്തോ പറയാനാ, ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒന്നിനെ എനിക്ക് കയ്യിൽ തരോ. അങ്ങനെ ആരും ചോദിക്കുന്ന ആണായിട്ട് സൈ കെട്ടിട്ട് ഓൻ തന്നെ അടുത്ത ആളോട് ചേച്ചി പാമ്പിനൊന്നും എനിക്ക് കയ്യിൽ തരോ. അയാൾ പറഞ്ഞു, ഇല്ല കുഞ്ഞി, ഇന്റെ കൈമ പാമ്പിനെ തരൂല. അത് ശരി, ഈ തത്തനെങ്കിലും ഒന്ന് എൻ്റെ കൈമ തരോ. ഇല്ല കുഞ്ഞേ, ആ തത്തനെയും എൻ്റെ കൈമ തരൂല. ചെക്കനെ മൂടാടുന്ന അങ്ങനെ പോയി. അങ്ങനെ ഓനെ വെച്ചിട്ട് ആ തത്ത നമ്മൾ പോയിട്ട് വാങ്ങി. അത് ഓനക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഓൻ അയാളൊന്ന് നോക്കി തിരിച്ചു. നിങ്ങളെ ഇപ്പൊ ഓത്ത് പോലത്തെ ഓളെ കൈമ കൊടുത്തിട്ട് എനിക്ക് തത്തനെ തന്നില്ല കേട്ട് ചെക്കൻ്റെ മൂടാകെ മാറി. നമ്മൾ ഓനെ കൂടുതൽ കരയിപ്പിക്കാൻ വിചാരിച്ചു നമ്മൾ നടന്നു. അങ്ങനെ ആടുന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് എത്തിയത് നമ്മളെ നാട്ടിൽ ഓടി രക്ഷപ്പെടുന്ന ആൾക്കാരെ മുമ്പിലേക്ക്. അവൻ പല രൂപത്തിൽ പല ഭാവത്തിൽ. എന്താണെന്നറിയില്ല, എല്ലാവരും ഭയങ്കര ശാന്തമായിട്ടുള്ള ഉറക്കിലാണ്. ഉറക്കൂലാറ്റ കൊടുത്തതായിരിക്കും, അറിയില്ല. നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള റോബർ മെമ്പർ ഉണ്ട് ഇവിടെ. ബ്രൂണോ നാട്ടാ അതിൻ്റെ പേര്. ആ റോബർ മെമ്പർ ഉണ്ട് ഇവിടെ. എന്താക്കാനാ, അത് വരെ ഇവിടെ അടങ്ങിക്കിടന്ന് ഈ നായ്ക്കുടനെ ചെക്കനാൻ ക്രഷായി. കാരണം നല്ല മുടിയെല്ലാം കെട്ടി സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ആട് നമ്മൾ ഓനെയും കൊണ്ട് ബാക്കിയുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയി. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പലരോടും ഭായി ഭായി ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഓനിക്ക് നമ്മളെ ആപ്പനെ കാണിച്ചു കൊടുത്തു. മോനെ, ഇത് നമ്മളെ കുടുംബത്തിലെല്ലാം ആൾക്കാരാണ്. അതിനെല്ലാം പുറത്തിട്ടിനി, ഇതിനകത്തിട്ടിനി. എനിക്ക് കുറച്ചേനാ മനസ്സിലാവും. ഓനിക്ക് ഇൻഷാല്ല അല്ല കുറച്ചേനാ മനസ്സിലാവട്ടെ അല്ലേ. കണ്ട ഓൻ്റെ എടുത്തപ്പെട്ട ആൾക്കാരെ കണ്ടപ്പോൾ ഓൻ്റെ സ്വഭാവം മറന്നാണ്ട. കണ്ട രണ്ടാളെയും മുഖം നോക്കിയാൽ മതിയൊന്നും ഒരുപോലെ ഉണ്ട്. ആ മുടിയും ആ കുളിയും എല്ലാം. ചെക്കൻ നടന്നിട്ട് ലാസ്റ്റ് എത്തിയത് ഓൻ്റെ ഇഷ്ട സ്ഥലത്തേക്ക്. നമ്മൾ പുറത്തുനിന്ന് ഫീഡ് കൊടുത്ത പോലെ ഉള്ളൊന്നും ഫീഡ് കൊടുക്കാൻ സ്ഥലമുണ്ട്. ചെക്കൻ അതിനെ കണ്ടപ്പോൾ പിന്നെ മൊത്തം ചോറായി. ചെക്കന് പിന്നെ അതിൽ കളിക്കണമെന്നായി. ആ മീനൊന്നും ഫുഡ് കൊടുക്കാണ്ട വെള്ളത്തിൽ കൈയിട്ട് ചൊല്ലോ. ഓൻ്റെ കള്ള ചിരിയെന്നാണ്ട. ഓൻ അങ്ങനെ മീനിനെ പറ്റി ചോന്തുന്നു. ഫുഡ് കയ്യിലുണ്ടോന്നുള്ള ഭാവത്തിൽ മീനിൽ കയ്യിലിട്ട് അതിനെ പറ്റിച്ച് അതിനെ മാനസികമായിട്ട് തളർത്തിക്കളയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം അത്രയേ ഉള്ളൂ ഗായ്സ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.